നമ്മളെല്ലാവരും വൃശ്ചികം 1-ാം തീയതി തൊട്ട് ആ വ്രതം ആരംഭിക്കുന്നു. 41-ന് അതിനൊരു പരിസമാപ്തി, അത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അവസാന ദിവസമായ ആ 41 എങ്ങനെ നമ്മൾ ആചരിക്കണം? അത് നൊയമ്പ് എടുത്തവരാവട്ടെ നൊയമ്പെടുക്കാത്തവരാവട്ടെ 41 സമുചിതമായിട്ടും ആചരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡലകാലം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ദിവസം 41-ൻ്റെ അന്ന് വ്രതമെടുത്ത് ആ വ്രതാനുഷ്ഠാനത്തോടു കൂടി അയ്യപ്പസ്വാമിയെ പൂജിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് രാവിലെ തന്നെ ഒരു ചെറിയ ഒരു ഗണപതിയെ വിചാരിച്ചുകൊണ്ട് ഒരു ആചരണം വേണം. ഒന്നുമില്ലേ, ഗണപതിയെ സങ്കല്പിച്ചൊരു നാളികേരം ഉടയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തുക, അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക. ഇത് 41-ന് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴിയുമെങ്കിൽ ശാസ്താക്ഷേത്രങ്ങളിൽ നമ്മുടേതായ പുഷ്പാഞ്ജലിയോ പൂജയോ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പൂജാദ്രവ്യങ്ങളോ ഹോമദ്രവ്യങ്ങളോ ഒക്കെ അവിടെ സമർപ്പിക്കുക.